നിലപാടുകൾക്ക് ലോകത്തിനു മുന്നിൽ മറ്റു രാജ്യങ്ങൾക്ക് ഇറാൻ മാതൃകയാകുന്നു. വർഷങ്ങളായി ഉപരോധങ്ങളും ഭീഷണികളും നേരിടുന്ന രാജ്യമാണ് ഇറാൻ. എന്നാൽ ഇറാൻ ഒരിക്കലും കീഴടങ്ങിയിട്ടില്ല. മറിച്ച് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളും സ്വയം പര്യാപ്തമായ സൈനിക ശേഷിയും വികസിപ്പിച്ച് ലോക ശക്തികളെപ്പോലും മുട്ടുകുത്തിച്ച പാരമ്പര്യമാണ് ഇറാനുള്ളത്. ശക്തമായി തുടരുന്ന മിസൈൽ പരീക്ഷണവും ഇറാന്റെ കീഴടങ്ങില്ല എന്ന നയം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക ഇറാൻ സംഘർഷം ഉയർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നടക്കാനിരിക്കുന്ന ഔപചാരിക ചർച്ചകളിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ കൂടിക്കാഴ്ചയെ ചിലർ പറയുന്നത് സമാധാനത്തിലേക്കുള്ള ഒരു വാതിൽ എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ഇറാന്റെ ശക്തമായ രാഷ്ട്രീയ നിലപാടിന്റെ വിജയം തന്നെയാണെന്നാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം ലോകശക്തികളിൽ പലരെയും ചർച്ചാമേശയിലേക്ക് തിരിച്ചെത്തിക്കാൻ ഇറാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്ക നടത്തിയ പരസ്യ മുന്നറിയിപ്പുകൾ നയതന്ത്രത്തെ സഹായിക്കില്ല, മറിച്ച് സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയായാണ് ഇറാൻ വിലയിരുത്തുന്നത്. ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി വളരെ ആശങ്കാകുലനാകണം എന്ന പ്രസ്താവന നടത്തി. എന്നാൽ ഇത്തരം വാക്കുകൾക്ക് മുന്നിൽ ഇറാൻ തളർന്നില്ല എന്നതാണ് സത്യാവസ്ഥ. കാരണം ഇറാൻ ഇതിനകം തന്നെ പതിറ്റാണ്ടുകളായി ഭീഷണികളും ആക്രമണങ്ങളും അതിജീവിച്ച രാഷ്ട്രമാണ്. ഇറാൻ വ്യക്തമാക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: സമാധാനത്തിന് തയ്യാറാണ്, പക്ഷെ കീഴടങ്ങലിന് തയ്യാറല്ല. തങ്ങളുടെ ആണവ പദ്ധതി രാജ്യത്തിന്റെ സുരക്ഷയുടെയും സ്വയം പര്യാപ്തതയുടെയും ഭാഗമാണെന്നും അത് അന്താരാഷ്ട്ര നിയമപരിധിക്കുള്ളിൽ നടപ്പിലാക്കുന്നതാണ് എന്നും ഇറാൻ ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. എന്നാൽ അമേരിക്ക ചർച്ചകളെ ആണവ വിഷയത്തിൽ മാത്രം ഒതുക്കാൻ തയ്യാറാകാതെ മിസൈൽ പദ്ധതികളും പ്രാദേശിക ബന്ധങ്ങളും മനുഷ്യാവകാശ ചർച്ചകളും സമന്വയിപ്പിച്ച് ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ചർച്ചയിൽ ഒരു രാഷ്ട്രീയ കുടുക്കാണ് എന്ന വിമർശനം ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായി ഉയരുന്നു. പശ്ചിമേഷ്യ പോലൊരു പ്രദേശത്ത് ശത്രുതയും ആക്രമണ ഭീഷണിയും സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഒരു രാജ്യത്തിന് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ അതുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കണം എന്നത് യാഥാർത്ഥ്യ ബോധമുള്ള വസ്തുതയാണ്. ഇസ്രായേലിന് നിരന്തര ആക്രമണ ഭീഷണി നിലനിൽക്കുമ്പോൾ അമേരിക്കൻ നാവിക വ്യോമസേനകൾ ഇറാന്റെ അതിർത്തികൾക്കടുത്ത് വിന്യസിക്കപ്പെടുമ്പോൾ പ്രതിരോധം ഉപേക്ഷിക്കണമെന്ന ആവശ്യം ഒരു സ്വതന്ത്ര രാജ്യത്തോട് പറയുന്നത് ഒരിക്കലും നീതിയല്ല. അതുകൊണ്ട് തന്നെ ഇറാൻ മിസൈൽ വികസനം തുടരുകയാണ്. അത് ആക്രമണത്തിന്റെ ലക്ഷ്യത്താൽ മാത്രമല്ല, മറിച്ച് തടയൽ ശക്തിയുടെ ഭാഗമായി തന്നെയാണ് എന്ന് ലോകം മനസ്സിലാക്കുന്നു. ഇറാന്റെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രതീകമാണ് സെഡ്ജിൽ പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ. ഖര ഇന്ധന സംവിധാനമുള്ള ഈ മിസൈലുകൾ വേഗത്തിൽ വിക്ഷേപിക്കാനും ദീർഘകാലം സുരക്ഷിതമായി സൂക്ഷിക്കാനും കഴിയുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലൂടെ ഇറാൻ വ്യക്തമാക്കുന്നത് ഒരു സന്ദേശമാണ്: ആക്രമണം സംഭവിച്ചാൽ അതിന് മറുപടി ഉണ്ടാകും, അതും അതിവേഗവും നിർണായകവുമായ മറുപടി. സെഡ്ജിലിന്റെ ദൂരപരിധി ഗൾഫ് മേഖലയിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് എന്ന വിലയിരുത്തൽ തന്നെ ഇറാനെ ആക്രമിക്കുന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് തെളിയിക്കുന്നു. അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ ഉടനീളം നിരവധി സൈനിക താവളങ്ങളും നാവിക സംവിധാനങ്ങളും ഉള്ളതിനാൽ ഒരു ആക്രമണം ആരംഭിക്കുന്നത് തന്നെ വലിയ പ്രാദേശിക യുദ്ധത്തിന് തുടക്കമാകും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ മുന്നറിയിപ്പ് ഭീഷണിയല്ല, മറിച്ച് യുദ്ധം ഒഴിവാക്കാനുള്ള ശക്തമായ പ്രതിരോധ സന്ദേശമാണ് എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. പലകുറി ഇറാൻ പലവട്ടം ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ യുദ്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടി നൽകാൻ തയ്യാറാണ്. ഈ നിലപാട് ഒരു ദൗർബല്യമായി കാണരുത്, മറിച്ച് അതൊരു രാഷ്ട്രത്തിന്റെ സ്വാഭിമാനമാണ്. ഉപരോധങ്ങൾക്കിടയിലും പ്രതിരോധ വ്യവസായം വളർത്തിയെടുത്ത ഇറാൻ ഇന്ന് ലോകത്തിലെ വൻ ശക്തികൾക്കിടയിലും സ്വന്തം നിലപാട് മാറ്റുന്നില്ല. അത്തരത്തിലുള്ള അപൂർവ രാഷ്ട്രങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. മസ്കറ്റിലെ ചർച്ചകൾ വിജയിച്ചാൽ അത് സമാധാനത്തിന്റെ വിജയം മാത്രമല്ല, ഇറാന്റെ ഉറച്ച നിലപാടിന്റെ വിജയമായിരിക്കും. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അതിന് കാരണം ഇറാന്റെ നിലപാടല്ല, മറിച്ച് ഭീഷണിയുടെയും സമ്മർദ്ദത്തിന്റെയും ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ സമീപനമായിരിക്കും. കാരണം സമാധാനം ഉണ്ടാകണമെങ്കിൽ സമത്വവും പരസ്പര ബഹുമാനവും ആവശ്യമാണ്. ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സമാധാന കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ചരിത്രത്തിൽ പരാജയപ്പെട്ട വസ്തുതയാണ്. പശ്ചിമേഷ്യയിലെ സമാധാനം നിർണ്ണയിക്കപ്പെടുന്നത് മിസൈലുകളാൽ അല്ല, മറിച്ച് നീതിയുള്ള നയതന്ത്രത്തിലൂടെയാണ്. എന്നാൽ ആ നയതന്ത്രം സാധ്യമാകണമെങ്കിൽ ഇറാൻ പോലുള്ള രാജ്യങ്ങളുടെ സ്വതന്ത്ര സുരക്ഷാ അവകാശങ്ങൾ അംഗീകരിക്കപ്പെടണം. ഇറാൻ കീഴടങ്ങില്ല എന്നതാണ് അവരുടെ ചരിത്രവും അവരുടെ നിലപാടും ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. മസ്കറ്റിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ ലോകം കാണാൻ പോകുന്നതും ആ യാഥാർത്ഥ്യമായിരിക്കും. ഭീഷണികളിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയും അല്ല, മറിച്ച് പ്രതിരോധ ശേഷിയിലൂടെയും ആത്മാഭിമാനത്തിലൂടെയും ഇറാൻ തല ഉയർത്തി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.